ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയ്ക്കെതിരെ തിരിച്ചടി നൽകിയ ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഏകകണ്ഠമായി പിന്തുണ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ സായുധ സേനയുടെ ധീരതയെ രാഷ്ട്രീയ നേതാക്കൾ പ്രകീർത്തിച്ചു. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം രാജ്യം ശക്തമായി പ്രതിരോധിച്ചതായി കേന്ദ്ര സർക്കാർ. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടിയുണ്ടായാലും ഉചിതമായ മറുപടി നൽകുമെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പാകിസ്ഥാൻ അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കമുണ്ടായാൽ ഇന്ത്യൻ സായുധസേന അംഗീകരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞു. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സേന നടത്തുന്ന ഷെല്ലാക്രമണങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ആക്രമണം സ്ഥിരീകരിക്കുന്ന ആയുധാവശിഷ്ടങ്ങൾ അതിർത്തി മേഖലയിൽ നിന്നും കണ്ടെടുത്തു. ദേശീയ സുരക്ഷ സംബന്ധിച്ച മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മന്ത്രാലയതല ഏകോപനവും തയ്യാറെടുപ്പും അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സെക്രട്ടറിമാർ പങ്കെടുത്തു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സദാ ജാഗരൂകരായിരിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ദേശീയ സുരക്ഷ കണക്കിലെടുത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള വെബ് സീരീസ്, സിനിമകൾ, ഗാനങ്ങൾ, പോഡ്കാസ്റ്റുകൾ, മറ്റ് ഉള്ളടക്കങ്ങൾ എന്നിവ ഇന്ത്യയിൽ പ്രക്ഷേപണം ചെയ്യാൻ പാടില്ലെന്ന നിർദ്ദേശം. എല്ലാ OTT പ്ലാറ്റ്ഫോമുകളും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും അത്തരം ഉള്ളടക്കങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് ഉടൻ നിർത്തണമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ബാധിക്കുന്ന യാതൊരു വിവരങ്ങളും പ്രചരിപ്പിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാൻ അനുകൂല സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി. കേരളത്തിൽ വീണ്ടും സ്ഥിരീകരിച്ചു. രോഗബാധ സ്ഥിരീകരിച്ച മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരി നിലവിൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറം കളക്ടറേറ്റിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി വിമാനത്താവളം വഴിയുള്ള 90 വിമാന സർവീസുകൾ റദ്ദാക്കി. നേരത്തെ ജമ്മു, ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡിഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിവിധ ആഭ്യന്തര വിമാന സർവീസുകൾ ഈ മാസം 10 വരെ റദ്ദാക്കിയിരുന്നു. GISEC ഗ്ലോബൽ 2025നോടനുബന്ധിച്ച് രണ്ടാമത് ഇൻഡോ UAE സൈബർ സുരക്ഷാ എക്സ്ചേഞ്ച് ദുബായിൽ സംഘടിപ്പിച്ചു. ഡിജിറ്റൽ സുരക്ഷാ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് സെക്യൂരിറ്റി കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ആതിഥേയത്വത്തിലാണ് പരിപാടി നടന്നത്. സാങ്കേതിക വിദ്യ, സൈബർ സുരക്ഷാ രംഗത്തെ വിദഗ്ധർ പങ്കെടുത്തു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഇത്തവണത്തെ ഹജ്ജ് യാത്ര ഞായറാഴ്ച ആരംഭിക്കും. ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പുതുതായി നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ തറക്കല്ലിടലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനായി നിയമിച്ചു. സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ K സുധാകരനെ പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവാക്കി. അടൂർ പ്രകാശാണ് UDF കൺവീനർ. PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരായും നിയമിച്ചു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ പഞ്ചാബ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. മഴ കാരണം 1 മണിക്കൂറോളം വൈകിയാണ് മത്സരം ആരംഭിച്ചത്. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലാണ് മത്സരം. BJP മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷൻ മലപ്പുറം വ്യാപാരി വ്യവസായി ഓഡിറ്റോറിയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ഇടത് വലത് മുന്നണികളുടെ നുണപ്രചാരണം തിരിച്ചറിഞ്ഞ് ജനങ്ങൾ പ്രതിരോധിക്കണമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ മുളങ്കുന്നത്ത് കാവിൽ സെൻസർ മാനുഫാക്ചറിംഗ് കോമൺ ഫെസിലിറ്റി സെന്റർ സ്ഥാപിക്കാൻ ധാരണയായതായി വ്യവസായ മന്ത്രി P രാജീവ്. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയ സെക്രട്ടറി S കൃഷ്ണനുമായി മന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ. സെൻസർ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള വ്യവസായ വികസനത്തിന് ഇതോടെ വഴിയൊരുങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് അടൽ പെൻഷൻ യോജനയിൽ ചേർന്നവരുടെ എണ്ണം 7.65 കോടി പിന്നിട്ടതായി കേന്ദ്ര സർക്കാർ. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വാർദ്ധക്യ വരുമാന സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയുടെ 48% വരിക്കാരും സ്ത്രീകളാണ്. ലഡാക്കിലെ ലേ ജില്ലയിൽ ഡ്രോണുകളും ആളില്ലാ വിമാനങ്ങളും പറത്തുന്നതിന് നിരോധനം. ദേശവിരുദ്ധ ശക്തികൾ ഡ്രോണുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ നടപടി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.